ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഒരു ഫർണിച്ചർ വീഡിയോ ആണ്. പൊതുവേ നമ്മൾ സൂപ്പർ മാർക്കറ്റ്, ഡ്രസ്സ്, ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെയാണ്. ഇന്ന് ഫർണിച്ചർ ഷോപ്പാണ്. കുറച്ച് രാത്രി ആയിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇന്ന് നമ്മൾ അടിമാലി കല്ലാറൂട്ടി റൂട്ടിലുള്ള സുപ്രീമിൻ്റെ ഗുഡ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണിത്. ഇത് കണ്ടോ, ഒരു ഗാർഡൻ ഏരിയ പോലെ ചെറുതായിട്ട് ലൈറ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് കുട്ടി കുട്ടി ചെയേഴ്സൊക്കെ ഇട്ട് ഭയങ്കര ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവരുടെ ജസ്റ്റ് എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ്. ഫ്രണ്ടിൽ തന്നെ ഒത്തിരി ചെയേഴ്സും ചെറിയ അതായത് കുഞ്ഞ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്ലാസ്റ്റിക് ടേബിൾ, സ്റ്റഡി ടേബിളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടേബിൾസും ഒക്കെയാണ് ഫ്രണ്ടിലായിട്ടുള്ളത്. 2 ഫ്ലോറിലായിട്ടാണ് അവരുടെ ഷോപ്പ് വരണത്. മുകളിൽ മെയിൻലി ബെഡ്, പിന്നെ സോഫ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. താഴെ സ്റ്റോറേജ് ഡൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയേഴ്സാണ്. ഒരു 380 തൊട്ടിട്ടുള്ള ചെയേഴ്സ് അവിടെയുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റീയൂസബിൾ പ്ലാസ്റ്റിക് ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ടല്ലോ. നമ്മൾ കയറുന്ന വഴി തന്നെ പില്ലോയാണ്. പക്ഷെ എനിക്കിങ്ങനെ ഒരു ഫ്ലഫി ആയിട്ടുള്ള പില്ലോ ഇഷ്ടമല്ല. അതിങ്ങനെ സ്ലിപ്പായി പോകുന്നതല്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എപ്പോഴും നമ്മളൊരു ഫ്ലാറ്റായി ഒത്തിരി ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വെക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഉള്ളിലാണെന്നാണ് പൊതുവേ പറയുന്നത്. പിന്നെ ഇത് കണ്ടിട്ടില്ലേ, ചൂരൽ കൊണ്ടുള്ള നമ്മുടെ ഊഞ്ഞാൽ പോലെ നമ്മൾക്ക് ഇരുന്നാടാൻ പറ്റിയ ചെയർ, അങ്ങനെയല്ലേ പറയുക. ഇതെല്ലാം ഡൈനിങ് ടേബിൾസാണ്. പല റേറ്റിലും പല ഫീറ്റും ഉള്ള ടേബിൾസ് അവിടെ ഉണ്ട്. റീസണബിൾ റേറ്റാണ് എനിക്ക് ബേസിക്കലി തോന്നിയത്. ഇത് നമ്മുടെ ചെറിയൊരു സ്റ്റഡി ടേബിളോട് കൂടി അറ്റാച്ചായി വരുന്ന ഒരു ചെയർ. അത് 1000 സംതിങ് ഉള്ളൂ. ഇത് 6x4 ഫീറ്റ് ടേബിളാണ്. 17,000 ആണ്. ഗ്ലാസ് ടേബിളാണ്. പിന്നെ വരുന്ന വുഡിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ഇപ്പോൾ ടീക്കിൻ്റെ അങ്ങനെ പല വിധേയമായ വുഡുകളുണ്ടല്ലോ, അതനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ടീപ്പോയാണ്. അങ്ങനെ ഇതെല്ലാം ടീപ്പോയ്സ് ആ ഒരു ഏരിയ. ഇവിടെ ബാക്കിൽ കാണുന്ന മൊത്തം ചെയേഴ്സാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെയേഴ്സ് അവിടെ ഉണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. ടീപ്പോയൊക്കെ ജസ്റ്റ് ഒരു 650 അങ്ങനെയുള്ള റേറ്റിലുള്ള ടീപ്പോയ്സൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇത്. എന്താണ്, നമ്മുടെ വിളക്കൊക്കെ വയ്ക്കാൻ വേണ്ടി. ഇത് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനും തക്കടും കൂടെ ശ്രമിച്ച് രണ്ടുപേരും നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ തുറക്കാൻ പറ്റുന്ന ഒരു സാധനം തുറന്ന് കാണിക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഗോഡൗൺ ആണ്. അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഉണ്ട്. ഇത് ചെറുത് കുഞ്ഞ് നമ്മുടെ ഹോം സ്വീറ്റ് ഹോം, ലിറ്റിൽ ഹോം എന്നൊക്കെ പറയുന്ന ചെറിയ വീട്ടിൽ വയ്ക്കാൻ പറ്റിയ കുഞ്ഞ് ഒരു ഡിവൈൻ സ്പേസ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റിയ സംഭവമാണത്. പിന്നെ പിന്നെ ഇത് മുകളിലെല്ലാം വെച്ചേക്കുന്നത് എല്ലാം സ്റ്റോറേജാണ്. വലിയ പല സൈസിലും പല രീതിയിൽ പല സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുള്ള സാധനങ്ങളാണ് അതൊക്കെ. പിന്നെ അൽമിറാൻ്റെ സെക്ഷനാണ്. ഇത് ശരിക്കും വുഡല്ല കേട്ടോ. ഇത് നമ്മൾ പണ്ടത്തെ അൽമാരയില്ലേ, ഇപ്പം ഞാൻ കാണിക്കും. അതിൻ്റെ തന്നെ ഇത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വുഡിൻ്റെ ഒരു നല്ല വുഡ് ഫിനിഷ് ആയിട്ട് തോന്നും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു സ്മോൾ ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് അൽമാര. ഇത് ഇപ്പറേ ഇരിക്കുന്നത് കുറച്ചുകൂടെ സൈസും വേറെ, കണ്ടിട്ടില്ലേ പണ്ടത്തെ അൽമാര അത്. പിന്നെ വുഡ്, എന്ത് വുഡാണെന്ന് എനിക്കറിയത്തില്ല. വുഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ഇതും അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. അതായത് ഒറ്റ ഇങ്ങനെ ബെർത്ത് പോലെ അതിനകത്ത് ചെറിയ റാക്കുകളാക്കിയല്ല. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മൾക്ക് അതിനകത്ത് കൊള്ളിക്കാം അങ്ങനെ. ഇതെല്ലാം ആ ഒരു ടൈപ്പ് അൽമാരയാണ്. ആ വുഡിൻ്റെ ഇതെല്ലാം വുഡാണ് കേട്ടോ. വുഡ് 11, 13, 17,000 ഒക്കെ ഉള്ള വുഡിൻ്റെ അൽമാരീസ് ഉണ്ട്. 3 ഡോർ ആകുമ്പോൾ 17,000 ഒക്കെയാണ്. 2 ഡോറിന് അത്രയും ഇല്ല കേട്ടോ, അതിൽ കുറച്ചുകൂടെ താഴെ വരുന്നുള്ളൂ. ഇതെല്ലാം വുഡ് തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്, കണ്ടില്ലേ. ഒരു മീഡിയം ആവറേജ് ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ഒരു അൽമര. പിന്നെ ഓരോരുത്തരുടെ ഡ്രസ്സിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ. ചെറിയ ഫാമിലിക്കൊക്കെ ഇത് ശരിക്കും സ്യൂട്ടബിളാണ്. അങ്ങനെ നല്ല വുഡാണ്. അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി മനസ്സിലായത്. എന്ത് വുഡാന്ന് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പിന്നെ ഇതെല്ലാം ആ ഒരു ഏരിയ മൊത്തം അൽമിരയാണ്. പിന്നെ നമ്മൾ മിറർ കണ്ടാൽ സെൽഫി മസ്റ്റാണല്ലോ. നമ്മൾ കുറച്ച് നേരം അവിടെ സെൽഫിയൊക്കെ എടുത്ത് നിന്നു. ഈ അൽമാരയല്ല, നമ്മൾ 3 ഡോറുള്ളൊരു അൽമാരയാണ് വാങ്ങിയത്. അതിൻ്റെ മിറർ
മിററിനോട് ചേർന്ന് തന്നെ നമ്മുടെ പ്രൊഡക്ട്സൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസും കണ്ടപ്പോൾ ആ അൽമരയോട് ഒരിഷ്ടം തോന്നി. അതുകൊണ്ട് അതാണ് വാങ്ങിയത്. ഇതല്ല വാങ്ങിയ അൽമര, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതും അതിൻ്റെ ഉള്ളിൽ കുറേ പില്ലോയൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണേ, സ്പേസ് ലാഭിക്കാൻ. ഇത് കണ്ടോ, ഇതെല്ലാം ഒരു ബെർത്ത് ടൈപ്പാണേ. വേറെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ റാക്സ് ആക്കിയിട്ടില്ല. അത് നല്ലതാണ്. കുഞ്ഞു കുഞ്ഞി റാക്കാക്കുന്നതാണോ ഇങ്ങനെ ഇരിക്കുന്നതാണോ എനിക്കിഷ്ടം. ഈ അൽമരയാണ് നമ്മൾ വാങ്ങിയത്. ആ മിററിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു കൗതുകം എന്നല്ല, വിമൻസിനാവുമ്പോൾ അങ്ങനെ ഒരു നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സും പേഴ്സണൽ കുറച്ച് തിങ്സൊക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ആ മിററിന് പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനോടൊരു ഇഷ്ടം തോന്നി. 3 ഡോറാണ്. ആ ഗ്ലാസ് മിററിന് താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഉണ്ട്. അതിൻ്റെ പുറകിലും ഉണ്ട്, തൊട്ട് താഴെയായിട്ടൊരു ചെറിയ ഡോറും കൂടെ ഉണ്ട്. അപ്പോൾ 3 ഡോറാണത്. അപ്പം ഇതൊരു റിക്ലൈനറാണ്. കണ്ടപ്പോൾ കുട്ടികൾക്കൊരു രസം അതിൽ കയറിയിരുന്ന്